ഒരു പ്രധാന വാർത്തയുണ്ട്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം 14 പേർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നിതിൻ അംബുജനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ CAA ഏത് രീതിയിൽ നടപ്പാക്കും, ഏത് രീതിയിലാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഏതൊക്കെ നടപടിക്രമങ്ങളാണ് പാലിക്കുക, ആർക്കൊക്കെയാണ് ഇത് കിട്ടുക, ഈ കാര്യങ്ങളിലെല്ലാം ഒരു സംശയം നിലനിന്നിരുന്നു. ഇപ്പോൾ ആദ്യമായി 14 പേർക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ക്രിസ്റ്റീന, പൗരത്വ ഭേദഗതി നിയമം അത് പ്രാബല്യത്തിൽ വന്നത് വലിയ പ്രതിഷേധങ്ങൾക്കും അതോടൊപ്പം തന്നെ വിവാദത്തിലെല്ലാം തന്നെ വഴിവെച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ 14 പേർക്ക്, ആദ്യമായി അപേക്ഷിച്ച 14 പേർക്ക് CAA പ്രകാരം പൗരത്വം നൽകിയിരിക്കുന്നത്. ഈ പൗരത്വം ലഭിച്ചവരുടെ വ്യക്തിഗത വിവരങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ അജയ് കുമാർ ബല്ലയാണ് നേരിട്ട് ഈ 14 പേർക്ക്, ഇത്തരത്തിൽ ആദ്യമായി അപേക്ഷിച്ച 14 പേർക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നതേ ഉള്ളൂ. 14 പേർക്ക് CAA പ്രകാരം സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഏതാണ്ട് 3 ദിവസം മുൻപാണ് മാർച്ച് 11-ന് CAA പ്രാബല്യത്തിൽ വന്ന് വിജ്ഞാപനം ഇറക്കിയത്. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളടക്കം, പ്രതിപക്ഷ സംസ്ഥാനങ്ങളടക്കം ഈ വിഷയത്തിൽ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ചില ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഇപ്പോൾ സുപ്രധാനമായ നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ 14 പേർക്ക് CAA പ്രകാരം ഇപ്പോൾ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, ഏത് രാജ്യത്തുള്ളവരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള മണിക്കൂർ മാത്രമേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയുള്ളൂ. എന്തായാലും സുപ്രധാനപ്പെട്ട നീക്കം ഇപ്പോൾ ഈ CAA നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 14 പേർക്ക്, ആദ്യമായി അപേക്ഷിച്ച 14 പേർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരിക്കുകയാണ്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആദ്യമായി 14 പേർക്ക് പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് Xൽ വന്നിട്ടുണ്ട്. ആദ്യമായി സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാളുടെ ഫോട്ടോ, അത് പിടിച്ചു നിൽക്കുന്ന ചിത്രം സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൗരത്വവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ചട്ടങ്ങളും ഒക്കെ ഇവർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്.